ഈ ജഡമായിട്ട് തീർന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ റോമാലേഖനം പഠിപ്പിക്കുന്ന ജഡം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ പറ്റിയല്ല. നമ്മൾ അങ്ങനെ തട്ടി വെച്ചേക്കുന്നത്. ആ ജഡം ഇതല്ല, ആദമിന്റെ മക്കൾ എന്നതിൻ്റെ അർത്ഥം. ജഡത്തിൽ നിന്ന് ജനിച്ചത്. അപ്പൊ ജഡം എന്ന് പറഞ്ഞാൽ ആദം. ആദമിന് ജനിച്ചവരെല്ലാം ജഡമാകുന്നു. ആത്മാവിൽ ജനിച്ചവൻ ആത്മാവാകും. ഈ റോമലേഖനം 7:5 ഒരു അത്ഭുതകരമായ വാക്ക് പറയാം, ഞാൻ കാണിച്ചു തരാം. 7:5 വായിച്ചോ, ധ്യാനിച്ചോ, നമുക്ക് പിന്നെ എടുക്കാം. അപ്പൊ നോക്കിയേ, അപ്പൊ എല്ലാ മനുഷ്യരും ജഡത്തിന്റെ സന്തതിയാ. ആദം എന്ന് പറഞ്ഞ യാദമാ. ജഡം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ജീവനില്ല, ശവം. നമ്മുടെ ഭാഷ ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ എന്നെ പറഞ്ഞ് പാസ്റ്റർ എന്നോ സഹോദരൻ എന്നൊക്കെ നിങ്ങൾ വിളിച്ചു, ഞാൻ ഇന്നങ്ങ് മരിച്ചെന്ന് കൂട്ടിക്കട്ടെ. അപ്പൊ പിന്നെ എനിക്കൊരു അടക്കം ഉണ്ടല്ലോ. പിന്നെന്തോ പറയുന്നത്? ഇപ്പം വിളിച്ചു ചോദിക്കും, ബിജുനോട് വിളിച്ചു, എപ്പോഴാ ആ പുള്ളിയുടെ അടക്കം ഒന്നുമില്ല, എങ്ങനെ ചോദിച്ചാൽ എപ്പോഴാ, അല്ലെങ്കിൽ ഡെഡ് ബോഡി എപ്പോഴാണ്, അല്ലെ ശവം എപ്പോൾ? ഇപ്പം ശവം എന്നുള്ള വാക്ക് നമ്മൾ വിളിച്ചോടെ എപ്പോഴാണ് ശവം അടക്കം? അല്ലെങ്കിൽ ഇപ്പം അവിടെ പോയിട്ട് അടക്കം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്നൊരു ശവം അടക്കം ഉണ്ടാകും, അങ്ങനെ പറയത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി, ഞാൻ പറയട്ടെ, പണ്ട് 83-ലാണ് ഇന്ദിരാഗാന്ധി മരിച്ചേ. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന റേഡിയോയിലെ ശവസംസ്കാരം. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ശവമായി, മെത്രാനും മരിച്ചപ്പോൾ ശവമായി, പോറ്റിയും മരിച്ചപ്പോൾ ശവമായി, ഇല്ലേ? അപ്പൊ ഈ ശവമായിരിക്കുന്നത് നോക്കി ഇനി പിതാവിന്ന് വിളിക്കല്ല, തിരുമേനിന്നും വിളിക്കല്ല. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ മരണത്തെ ജയിച്ചത്. മനസ്സിലെ ശവമായിട്ട് ദ്രവിച്ചു പോകാൻ ഞാൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദ്രവിച്ചു പോകുന്ന ഒന്നിനെ കയറി ഇനി തിരുമേനി എന്ന് വിളിക്കാൻ ഒറ്റ വ്യക്തിക്ക് മാത്രമേ പദവിയുള്ളത്. യേശുക്രിസ്തുവിന്റെ പേരാണ് ഇവന് കൊടുത്തേക്കുന്നത്. ഇവൻ ക്രിസ്തുവാണോ? അല്ലല്ലോ. യേശുക്രിസ്തുവിന് മാത്രമുള്ള പദവിയാണ് തിരുമേനി എന്നുള്ളത്. പിതാവ് എന്നുള്ള പദവി സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമുള്ളതാണ്. അപ്പൊ ഈ പദവി നമ്മൾ ഈ മനുഷ്യന് കൊടുത്ത ഇവൻ ദൈവമായിട്ട് തീരും. ഇവൻ ദൈവമാണോ? നമ്മൾ തന്നെ പറയുന്നത് ദൈവം എന്ന് ഏക പരിശുദ്ധൻ. പിന്നെ അങ്ങനെ പരിശുദ്ധ ഭാവ ഉണ്ടാകുന്നു. പരിശുദ്ധൻ എന്നുള്ള പദവിക്ക് യോഗ്യൻ ദൈവം മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനല്ല. സിംബോളിക്കലൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പരിശുദ്ധ ഭാവ എന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ല. പരിശുദ്ധൻ എന്നുള്ള പദവിക്ക് യോഗ്യൻ ആ വാക്ക് പോലും ദൈവത്തിന് മാത്രമുള്ള. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ പിന്നെ പൗലോസ് ശ്ലീഹ എന്നാലും പറയാം, വിശുദ്ധൻ എന്നല്ല പറഞ്ഞുള്ളൂ. പിന്നെ ഇദ്ദേഹം പരിശുദ്ധനായി തീർന്നു. പരിശുദ്ധൻ എന്നുള്ള പദവി ഒരു കുറവുമില്ല. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ നല്ലെണ്ണ. പരിശുദ്ധമായ നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കീടവും ഇല്ലെന്നല്ലേ? പാപത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്തവൻ ഈ പരിശുദ്ധൻ. ഇത് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ അറിവില്ലായ്മല്ല നമ്മൾ ഇതൊക്കെ ചെയ്യാം. അപ്പൊ വചനം നമ്മൾ പഠിക്കുമ്പോഴാണ് പല തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കുന്നത്.